നമസ്കാരം. അഘോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് 27 നാളുകാരെ കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചുമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യ നക്ഷത്രമായ മേടക്കൂറിൽ വരുന്ന ആദ്യ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അശ്വതി നക്ഷത്രക്കാരും അവരുടെ സ്വഭാവ സവിശേഷതകളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും നല്ല ആരോഗ്യവുമുള്ളവരും നല്ല ബുദ്ധിസാമർഥ്യമുള്ളവരും ആയിരിക്കും. ഇവർക്ക് എല്ലാ കാര്യത്തിലും നല്ല കഴിവുണ്ടായിരിക്കും, മിടുക്കരായിരിക്കും. മാത്രമല്ല, ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ഇവരെ ദൈവം നല്ലവണ്ണം അനുഗ്രഹിച്ചവരാണ്. ഓർമ്മശക്തി ഇവർക്ക് നല്ല രീതിയിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ പോലും ഇവരുടെ മനസ്സിൽ പെട്ടെന്ന് മിന്നിമറിഞ്ഞ് ഓർമ്മിച്ചെടുക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും. കാര്യങ്ങൾ പഠിക്കാനും സമചിത്തമായി തീരുമാനമെടുക്കാനും അസാധ്യമായ കഴിവുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ. എന്തെങ്കിലും കാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ച് പിന്നിലേക്കാണെങ്കിൽ പോലും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ മിക്കവരും. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായാലും എടുത്ത തീരുമാനത്തിൽ നിന്നും ഇവർ പിന്മാറുകയില്ല. മറ്റൊരു സമ്മർദ്ദത്തിനും ഇവരെ വഴക്കാൻ കഴിയുകയുമില്ല എന്നുള്ളതാണ് സത്യം. സ്നേഹത്തിന്റെ മുമ്പിൽ മാത്രമേ ഇവർ കീഴടങ്ങുകയുള്ളൂ. സ്നേഹം തോന്നുന്നവർക്ക്, തന്നോട് അടുപ്പം തോന്നുന്നവർക്ക് ഇവർ എന്ത് ത്യാഗവും ചെയ്ത് ഏത് കാര്യങ്ങൾ ചെയ്യാനും മടി കാണിക്കാറില്ല. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കുക ഇവരുടെ മാത്രം പ്രത്യേകതയാണ്. അന്യർക്ക് ഉപദേശം കൊടുക്കാനും ദുഃഖിതരെ സമാധാനിപ്പിക്കാനും പ്രത്യേക കഴിവ് ഈ നാളിൽ ജനിച്ചവർക്കുണ്ടാകും. അന്യരുടെ ഉപദേശങ്ങൾ ഇക്കൂട്ടർ തീരെ വകവെച്ചു കൊടുക്കുകയില്ല. ആചാര മര്യാദകൾ പാലിക്കുന്നതിൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. മാത്രമല്ല, യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യവും ഇവർ അംഗീകരിച്ചെന്ന് വരില്ല. നിരൂപണ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. സംഗീതം, കല, സാഹിത്യം, ചിത്രമെഴുത്ത്, ഇത്തരം വാദ്യോപകരണങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കപ്പെടും. ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് ഇവർ പഠിച്ചാൽ അതിൽ പ്രസിദ്ധി നേടാൻ ഇവർക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. ആശങ്കയും ആകുലതകളും എപ്പോഴും ഇവരുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. കുടുംബത്തിൽ നിന്നും പ്രത്യേകിച്ച് ഫലങ്ങളൊന്നും സാധാരണ ലഭിക്കാറില്ല. മാത്രമല്ല, മാതാപിതാക്കളിൽ നിന്നും സാധാരണ ഇവർക്ക് അനുകൂലമായ ഒരു കാര്യവും അധികം ലഭിക്കാത്തവരാകും മിക്കവാറും അശ്വതി നക്ഷത്രക്കാരുണ്ടാവുക. അതായത് കുടുംബ സ്വത്ത്, അച്ഛനമ്മമാരുടെ പൂർവിക സ്വത്തുകൾ, ഇതൊക്കെ ലഭിക്കുക ഇവർക്ക് വളരെ വിരളമായിട്ടേ ലഭിക്കുകയുള്ളൂ. ഇവർ സ്വന്തമായി പ്രയത്നം കൊണ്ട് മാത്രമേ ജീവിതത്തിൽ വിജയിച്ചു വരികയുള്ളൂ. ഇവരെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ ജീവിതത്തിൽ നിന്നും ഇവർ സ്വന്തമായിട്ട് തന്നെ കരകയറാൻ ശ്രമിക്കും. അതിൽ പരമാവധി വിജയിക്കുകയും ചെയ്യും ഇത്തരക്കാർ. വീട്ടിലെ ചെലവുകളൊക്കെ നിയന്ത്രിക്കാൻ ഇവർ ശ്രമിച്ചെന്ന് വരും. പക്ഷെ അതിൽ അധികമൊന്നും വിജയിക്കാറുമില്ല അശ്വതി നക്ഷത്രക്കാർ. ഉദരരോഗങ്ങൾ, വാതരോഗം, ഹൃദയരോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഔഷധങ്ങൾ ഉപയോഗിക്കാനൊക്കെ ഇവർ മടി കാണിക്കുന്നവരാണ്. ഔഷധം വാങ്ങിച്ചാൽ പോലും അത് കൃത്യമായി കഴിക്കാത്ത കൂട്ടക്കാരായിരിക്കും അശ്വതി നക്ഷത്രക്കാർ. ഈ അശ്വതി നക്ഷത്രക്കാർ പൊതുവെ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനും അതും മൂലം രോഗശാന്തി നേടാനും ശ്രമിക്കുന്നവരായിരിക്കും മിക്കവാറും ഉണ്ടാവുക. 3.5 വയസ്സിന് ശേഷം രോഗപീഠകൾ കൂടുതലായിട്ട് ഇവരെ അലട്ടാറുണ്ട്. അതിനുശേഷം 24 വയസ്സ് വരെയുള്ള കാലങ്ങൾ ഇവർക്ക് പൊതുവെ മെച്ചമുള്ള കാലഘട്ടമായിട്ടാണ് കണ്ടുവരുന്നത്. 24 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവർക്ക് അധ്വാനം കൂടുതലും അസ്വസ്ഥതകളും മാനസികമായ ടെൻഷനും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം കൂടിയായിരിക്കും. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പല നല്ല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ
കഴിയുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ ധനാഭിവൃദ്ധി ഉണ്ടാവുമെങ്കിലും ആ ഒരു കാലഘട്ടം ഇവർക്ക് ആരോഗ്യം അത്ര മെച്ചമായിരിക്കില്ല. പലതരത്തിലുള്ള അസുഖങ്ങൾ ഇവരെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. ചെറിയതും വലുതുമായ അസുഖങ്ങൾ കൊണ്ട് ആശുപത്രികൾ കയറി ഇറങ്ങേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. പിന്നീട് അങ്ങോട്ട് 64 വയസ്സ് വരെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും ആരോഗ്യ പ്രശ്നം കുറഞ്ഞാലും നിരന്തരമായിട്ട് ചെറിയ ചെറിയ അസുഖങ്ങൾ ഇവരെ പൊതുവെ അലട്ടിക്കൊണ്ടിരിക്കാൻ സാധ്യത കൂടിയ സമയമാണ്. പക്ഷെ 64 വയസ്സിന് ശേഷം പൊതുവെ ജീവിതം ശാന്തവും സ്വസ്ഥവും സമാധാനവുമായിരിക്കും. സർവ സൗഭാഗ്യങ്ങളോടും ജീവിക്കാൻ ഈ ഒരു സമയം ഇവർക്ക് അനുകൂലമാണ്. ഇവരുടെ ജനനം കേതു ദശയിലാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.